ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. കുറച്ച് നാളായിട്ട് ഞാൻ പറയണം എന്ന് കരുതിയ ഒരു ടോപ്പിക്കായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. പലരും എൻ്റെ അടുത്ത് പേഴ്സണലി ചോദിക്കാറുള്ള ഒരു കാര്യമാണ്. അതായത് പെർഫ്യൂം കമ്പനികൾ നമ്മളോട് ചെയ്യാറുള്ള ചില ദ്രോഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പലരും എന്താ പറയുക, ചിലർ വളരെ സങ്കടത്തോടെ അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് ടെക്സ്റ്റ് ചെയ്തിട്ടൊക്കെ ചോദിക്കും, ഇത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ പ്രൈസ് വന്നത്, കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അത് മോസ്റ്റ്ലി നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് അല്ലെങ്കിൽ ട്രെൻഡുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. സാധാരണ പെർഫ്യൂം കമ്പനികൾ നമുക്കിട്ട് പണിയാറുള്ള കാര്യങ്ങൾ മിക്ക ബ്രാൻഡുകളും ചെയ്യുന്ന ഇനി ഒരു കാര്യം. ഇപ്പൊ ഞാൻ റീസെന്റ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ താഴെ ആരും ഒരു കമന്റ് ഇട്ടു. അതും ഞാൻ ഈ പറയാൻ വെച്ച കാര്യവുമായി ബന്ധമുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഞാൻ പറഞ്ഞു അന്ന് ഒരു 200 ചേഞ്ചിന് വലിയൊരു ബോക്സിൽ പെർഫ്യൂം കിട്ടി എന്നുള്ളത്. അപ്പോൾ അതിന്റെ താഴെ ആരോ കമന്റ് ഇട്ട്, അത് ആ കമന്റ് ചെയ്ത വ്യക്തിക്കും ഈ ഒരു ഒബ്സർവേഷൻ ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി പ്രൊഡക്ട്സിന് ഇനീഷ്യലി ഒരു സാധനം വരുമ്പോൾ വളരെ ചെറിയ പ്രൈസിന് വരിക, എന്നിട്ട് ഇതിനിങ്ങനെ ഡിമാൻഡായി വരുമ്പോൾ ഗ്രാജുവലി ഇതിന്റെ പ്രൈസ് കൂട്ടിക്കൊണ്ട് വരിക. ഇതാണ് ചെയ്യുന്ന ഒരു പരിപാടി, മിക്ക കമ്പനികളും ചെയ്യുന്നതാണ്. അതിൽ നമ്പർ 1 ആണ് അർമാഫ്. അർമാഫിന്റെ പ്രൈസ് നേരത്തെ എവിടെയായിരുന്നു, ഇന്ന് എവിടെ നിൽക്കുന്നു അർമാഫിന്റെ പ്രൈസ്? അത് അന്ന് നമുക്ക് 700-നും 800-നൊക്കെ കിട്ടിയിരുന്ന അർമാഫ് ഇന്ന് എല്ലാം 2000-ന്റെ മേലേക്ക് പ്രൈസ് എത്തി. അപ്പൊ നമ്മൾ പറയും എല്ലാ പെർഫ്യൂംസിനും പ്രൈസ് കൂടി, പിന്നെ നമ്മുടെ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടി, പെർഫ്യൂംസ് ലക്ഷറി ഗുഡ് ആയതുകൊണ്ട് അതിന്റെ ടാക്സ് കൂടുതൽ, അങ്ങനെ. പക്ഷെ അതൊന്നുമല്ല കാരണം. അർമാഫ് ഇതിങ്ങനെ മെല്ലെ അർമാഫിൻ്റെതായ ശൈലിക്ക്, അതായത് അവരാദ്യം ഒരു മാർക്കറ്റ് പിടിക്കാനുള്ള ഒരു ശ്രമം നടത്തി, ഒരു എന്താ പറയാ പറ്റുന്ന രീതിയിൽ അവർ വലിയൊരു ക്ലോൺ ബ്രാൻഡ് ആക്കിയിട്ട് അവരെ പ്രൊഡക്റ്റുകളെ കൊണ്ടുവരുന്നു. നല്ല രീതിയിൽ അവർ പ്രൊമോട്ട് ചെയ്ത് മാർക്കറ്റ് ആയപ്പോൾ സാധനം പ്രൈസ് അങ്ങനെ കയറൽ തുടങ്ങി. ഇന്ന് അർമാഫിന്റെ പെർഫ്യൂംസിന് മോസ്റ്റ്ലി ഒക്കെ 2000-3000 ലെവലിലൊക്കെ പ്രൈസ് വരുന്നുണ്ട്. അത്രയും പ്രൈസിന് അത് വാങ്ങിക്കാനുള്ള എന്താ പറയാ മുതലുണ്ടോ എന്ന് ചോദിച്ചാൽ ചില പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് എന്ന് പറയാം, ചിലതൊക്കെ ഇല്ല എന്ന് പറയേണ്ടി വരും. അതാണ്. പിന്നെ നമ്മൾ ഈ 1000-ന്റെ താഴേക്കുള്ളതാകുമ്പോൾ ഇനി വേണമെങ്കിൽ പോട്ടെ വെച്ചിട്ട് ചിലതൊക്കെ നമ്മൾ വാങ്ങിച്ചു നോക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒരു സംഗതി അല്ല അർമാഫ് ചെയ്യുന്നത്. അർമാഫ് എന്നല്ല, ഒരുവിധം കമ്പനികളൊക്കെ ആ പരിപാടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത് 1965 എന്നുള്ള പെർഫ്യൂം ഉണ്ടായിരുന്നല്ലോ, അതും ഈ പറഞ്ഞ പോലെ ആദ്യം 400 റുപ്പീസിനൊക്കെ വന്നിരുന്നു. പക്ഷെ അതിപ്പോ പ്രൈസ് കൂടി 1000 ഒക്കെ എത്തി. അങ്ങനെ ചില പെർഫ്യൂംസ് ഒക്കെ വില കൂടി വരാറുണ്ട്. അപ്പോൾ അതാണ് ഈ കമ്പനികൾ ചെയ്യുന്ന ഒരു പരിപാടി. ഇനീഷ്യലി വളരെ ചെറിയ പ്രൈസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് മാക്സിമം നമ്മൾ അതിലേക്ക് അട്രാക്ട് ചെയ്യിച്ചിട്ട് പിന്നെ പ്രൈസ് കൂട്ടി വരും. അപ്പോൾ ചിലപ്പോൾ നമ്മളത് നമ്മുടെ സിഗ്നേച്ചർ സെന്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നീട് നമുക്ക് അത് വാങ്ങിക്കൽ നിർബന്ധമാവും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തും. അതേപോലെ ചെയ്യുന്ന വേറൊരു പരിപാടിയാണ് പെർഫ്യൂംസിനെ റീഫോർമുലേറ്റ് ചെയ്യുക. അത് മോസ്റ്റ്ലി നമ്മൾ ഇന്റർനാഷണൽ ബ്രാൻഡ്സിലാണ് കാണാറുള്ളത്. പക്ഷേ അതിപ്പോൾ നമ്മുടെ ഇന്ത്യൻ കമ്പനികളും ചെയ്തു വരുന്നുണ്ട്. അവിടെയും ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ഡെൻവർ, പിന്നെ അതേപോലെ ഈ എന്താ പറയുക സൽമാൻ ഖാന്റെ പെർഫ്യൂംസ്, ഇതൊക്കെ റീഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ക്വാളിറ്റി ഇപ്പൊ കിട്ടുന്നില്ല. അതായത് ഒന്നെങ്കിൽ കോൺസെൻട്രേഷൻ കുറക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ മാനിപ്പുലേഷൻസ് അതിൽ നടത്തും. അത് എന്തിനാണ് അവരിങ്ങനെ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു സാധനം ഇനീഷ്യലി കിട്ടുന്ന ക്വാളിറ്റി പിന്നീട് അടുത്ത ഒരു 2 or 3 ബാച്ചസ് കഴിയുമ്പോൾ അവർക്ക് അത് തരാൻ പറ്റുന്നില്ല. അവർ അവിടെ കളത്തരം കാണിക്കുകയാണ്. മോസ്റ്റ്ലി ഇവർ ചെയ്യുന്ന പണി ഓയിലിന്റെ കോൺസെൻട്രേഷൻ കുറക്കുക എന്നുള്ളതാണ്. ഓയിലിന് പകരം വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടാവും. കാരണം ഇതിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഘടകം ഓയിലാണ്. ഈ പെർഫ്യൂം നിർമ്മാണത്തില് പെർഫ്യൂമിന്റെ ഓയിൽസിന് അത്യാവശ്യം പ്രൈസ് വരും. അപ്പോ എനിക്ക് തോന്നുന്നു അതാ എന്തോ മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ഇതിന്റെ ക്വാളിറ്റി ഓർക്കുക എന്നുള്ളത്. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും ഒരു സാധനം ഇങ്ങനെ തുടർച്ചയായിട്ട് വാങ്ങിക്കൊണ്ട് പോരുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, ഇത് ബാച്ചിൽ ക്വാളിറ്റീസ് ഡിഫറൻസസ് ഒക്കെ വരുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ കുറെ ആൾക്കാർ എന്നെ നല്ലോണം ചീത്ത പറയുന്ന ഒരു കാര്യമാണ് ഈ റൈഡറിന്റെ വീഡിയോ ചെയ്തിട്ട്. കാരണം ഇപ്പൊ വരുന്ന റൈഡർ ഒരു ക്വാളിറ്റി ഇല്ല. ഈ വീഡിയോ കാണുന്ന പലരും ഇതിന്റെ ഡേറ്റ് നോക്കാതെ, ഇത് എന്ന് വീഡിയോ ചെയ്തതാണെന്ന് നോക്കാതെ നിങ്ങൾ ഈ പറഞ്ഞ സാധനം വാങ്ങി ലാസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയും. ഞാൻ എല്ലാവരോടും പറയും, അറ്റ്ലീസ്റ്റ് ആ ഡേറ്റ് എങ്കിലും നോക്കിക്കൂടെ ഇത് വീഡിയോ ചെയ്യുമ്പോൾ. കാരണം ഇത് ഞാൻ 2 or 3 ഇയേഴ്സ് മുന്നേ ചെയ്ത ഒരു സാധനം ഇപ്പൊ വന്നിട്ട് പറയുന്നതിന്റെ ലോജിക്കില്ല. അത് മുമ്പ് അതേപോലെ സാപ്പിൾ സോളിഡ് 750 കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ആ പഴയ വീഡിയോയിൽ അന്ന് അങ്ങനെ കിട്ടിയിരുന്നു, പക്ഷെ ഇന്ന് അത് കിട്ടുന്നില്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് അത് നോക്കുക, അത് നമ്മൾ പബ്ലിഷ് ചെയ്ത വീഡിയോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഒരു ക്വാളിറ്റീന്റെ ഒരു പ്രശ്നം പല കമ്പനികളും ചെയ്യുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന ഒരു പരിപാടി എന്താ വെച്ചാല്, ചെറിയ ക്വാണ്ടിറ്റി ഉള്ള പെർഫ്യൂംസ് ആണെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ വരും.
വലിയ ക്വാണ്ടിറ്റികൾക്ക് പോകുമ്പോൾ അതിന്റെ ക്വാളിറ്റി കുറയുന്നത്. അത് ഞാൻ കണ്ടിട്ടുള്ള ഒരു കമ്പനിയാണ് ബെല്ലാവിറ്റ. ഇവര് നമ്മൾ ആ ചെറിയ ഹണിയൂതും പിന്നെ അതേപോലെ ചെറിയ അവരുടെ 20 ml അതേപോലെ 5 ml ഒക്കെ പെർഫ്യൂംസ് എടുത്ത് നോക്കിയാൽ നല്ല ഫ്രാഗ്രൻസ് ആണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് വിശ്വസിച്ചിട്ട് നമ്മൾ വലുതെടുക്കുമ്പോൾ ഈ ചെറിയതിന്റെ എന്താ പറയുക ഒരു ക്വാളിറ്റി കിട്ടുന്നില്ല. അത് ചില കമ്പനികൾ ചെയ്യുന്ന വലിയൊരു ചീറ്റിംഗ് ആണ്. കാരണം നമ്മൾ മോസ്റ്റ്ലി മിക്ക ആൾക്കാർ ആദ്യം ചെറുത് എവിടെയെങ്കിലും ടെസ്റ്ററൊക്കെ വാങ്ങിച്ചിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ സ്മിട്ടറിനൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ട് വലുതിലേക്ക് പോകുമ്പോൾ ഒരു ബന്ധമില്ലാത്ത ഫ്രാഗ്രൻസ് ആവും കിട്ടുക. അതായത് മീൻസ് ക്വാളിറ്റി വൈസ് അങ്ങനെയുള്ള ഒരു പരിപാടിയും ചില കമ്പനികൾ ചെയ്യുന്നുണ്ട്. സോ അതും എന്താ പറയുക നമ്മൾ ശ്രദ്ധിക്കുക. എപ്പോഴും ആദ്യം ചെറുത് വാങ്ങിയിട്ട് ഒന്ന് നോക്കുക ഇത് എങ്ങനെയുണ്ട് സംഭവം എന്നുള്ളത്. പിന്നെ കണ്ടിട്ടുള്ള ഒരു കാര്യം, ചില ഫ്രാഗ്രൻസുകൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആയിരിക്കും. അത് നല്ലോണം പോപ്പുലർ ആയാലും പെട്ടെന്ന് കൊണ്ടുപോയിട്ട് അത് ഡിസ്കണ്ടിന്യൂ ചെയ്യും. എന്നിട്ട് ഇതേ സാധനത്തിനെ വേറൊരു പേര് ആക്കിയിട്ട് വേറൊരു സാധനം ആക്കിക്കൊണ്ടുവരും. അത് ഇതിന്റെ ചിലപ്പോൾ 2 or 3 times പ്രൈസ് കൂട്ടിയിട്ട് അങ്ങനെയും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വൈൽഡ് സ്റ്റോണിലൊക്കെ ചില പെർഫ്യൂംസ് നേരത്തെ ഉള്ള സാധനത്തിനെ അവർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വേറെ ഒന്നാക്കിയിട്ട് കൊണ്ടുവരും. സാധനം ഒന്ന് തന്നെ, പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലാക്കിയതാണ്, പക്ഷേ പ്രൈസ് ഒക്കെ കൂട്ടിയിട്ട് വേറെ അപ്പിയറൻസ് ഒക്കെ കൊടുത്തിട്ട്. അതും ചില കമ്പനികൾ ചെയ്യുന്ന പരിപാടികളാണ്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ സംഗതികളൊക്കെ നമ്മളൊരു പെർഫ്യൂം വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് പെർഫ്യൂം, ചിലർ ചോദിക്കും പഴയ ബാച്ച് അല്ലേ അത് നല്ലതാവുമോ, അത് എക്സ്പയറി ആയിട്ടുണ്ടാവുമോ എന്നുള്ളത്. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ചില പെർഫ്യൂംസ് ഒക്കെ ഈ പഴയ ബാച്ച് എടുക്കുന്നതാണ് നല്ലത്. കാരണം ആ ക്വാളിറ്റി പുതിയ ബാച്ചിലേക്ക് വരുമ്പോൾ ഈ സാധനങ്ങൾക്ക് കിട്ടുന്നില്ല. പിന്നെ നമ്മളെ ഇന്റർനാഷണൽ ബ്രാൻഡുകൾക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ 2019-20 ആ സമയത്തൊക്കെ നമ്മളെ ഫ്രാഗ്രൻസ് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടല്ലോ, IFRA. അപ്പോൾ അവര് കുറെ നോംസ് വെച്ചു വന്നു. ഈ ടോങ്ക ബീൻസിൻ്റെതും മറ്റുള്ളതൊന്നും സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ കുറക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനികൾക്ക് ഇങ്ങനെ അവരുടെ അതേപോലെ ഇതിന്റെ കെമിക്കൽസിന്റെ കണ്ടന്റ്സ് ഒക്കെ കുറക്കണം എന്നുള്ള ഈ IFRA രജിസ്റ്റർ ചെയ്തിട്ടുള്ള കമ്പനികൾക്ക് അവർ ഇതിന്റെ ഓർഡർ ഇടും. അപ്പോൾ ഈ കമ്പനികൾ റീഫോർമുലേറ്റ് ചെയ്യും പ്രോഡക്ട്സ്. അങ്ങനെ എന്താ പറയുക നിർബന്ധിതരായിട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായതുണ്ട്. അതാണ് മിക്ക പെർഫ്യൂംസും 2020 ശേഷം വന്ന പഴയ പെർഫ്യൂംസ് 20 ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഒന്നും തന്നെ ഫ്രാഗ്രൻസ് പഴയ പോലെ നിൽക്കാത്തതിന്റെ കാരണങ്ങൾ. അപ്പൊ അവിടെ നമ്മൾ പിന്നെ ചില ബ്രാൻഡുകൾക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ 2021-ൽ 2022-ലൊക്കെ മാർക്കറ്റിൽ വന്ന പെർഫ്യൂംസ് നോക്കിയിട്ട് അതെടുത്തു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമില്ല. കാരണം അതിന്റെ നാച്ചുറൽ അങ്ങനെയാണ് ഉള്ളത്. അത് പക്ഷെ പഴയത് പിന്നെ പുതിയതായിട്ട് വരുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും അതൊക്കെയാണ് വീഡിയോയുടെ ഡീറ്റെയിൽസ്. കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്തതുള്ളൂ. പലർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്ത ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.